നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതായത് 25/6/2026 വ്യാഴാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ 9 മണിക്ക് തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിലകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നതെന്നറിയാം, പലരും മറന്നു പോകുന്നതാണ്. അപ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. അതിന് മുമ്പ് ഒരാൾ കമൻറ്റിലൂടെ നമ്മളോട് ചോദിച്ചു, റബ്ബർ മരത്തിൽ മരുന്ന് തേച്ചിട്ട് ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാല് കൂടുതൽ കിട്ടി, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചു. മരുന്ന് തേക്കുന്നത് തന്നെ ദോഷമാണ്. അപ്പോൾ പാലില്ലാത്തൊരു മരത്തെ പാല് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഈ മരുന്നിൻ്റെ പ്രവർത്തനം കൊണ്ട് മുകളിൽ എവിടെയൊക്കെ പാലുണ്ടോ അവിടുത്തെ പാലെല്ലാം കൂടെ ഇറങ്ങി വന്ന് അവസാനം ഈ മരുന്നില്ലാതെ പാലിറങ്ങാത്ത ഒരു സ്ഥിതി റബ്ബറിനുണ്ടാവും. എപ്പോഴും മരുന്ന് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പിന്നീട് പാല് കിട്ടുകയുള്ളൂ. മരത്തിനത് വലിയൊരു ക്ഷീണമാണ്. അപ്പോൾ മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഒട്ടും പാലില്ലാത്ത മരത്തിലാണെങ്കിൽ മരുന്ന് തേക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല, നല്ലതാണ്. പക്ഷേ പാലുള്ളൊരു മരത്തിൽ യാതൊരു കാരണവശാലും ഈ മരുന്ന് ഉപയോഗിക്കരുത്. വേറൊരാൾ കമൻറ്റിലൂടെ പറഞ്ഞു 10 ദിവസം ടാപ്പിംഗ് ചെയ്തിട്ടും പാലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റം തന്നെയാണ് ഈ പാല് കുറവിൻ്റെ കാരണം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തോരാമഴയായിരുന്നു. 3-4 വർഷം കൊണ്ട് തോരാമഴയാണ്. അത് റബ്ബറിന് വളരെയേറെ ക്ഷീണമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റബ്ബറിൻ്റെ ഇല പൊഴിഞ്ഞു പോയി, ശേഖരങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയായി. ഒരു റബ്ബർ മരത്തെ ഒറ്റ ശിഖരമായിട്ട് മാറി, ചില മരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോയി. റബ്ബറിന് അത് വളരെയേറെ ക്ഷീണമാണ്. അപ്പോൾ ഇപ്പോൾ തുടരുന്ന കാലാവസ്ഥ ഈ വർഷത്തെ നല്ല കാലാവസ്ഥയാണ്. ഇടയ്ക്കൊക്കെ മഴയുണ്ട്. അതാണ് റബ്ബറിന് നല്ലത്. മറ്റ് കൃഷികൾക്കൊക്കെ മഴ വേണമെങ്കിലും റബ്ബറിന് അധികം മഴ കൊള്ളില്ല. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ആദ്യം വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS 1 1 കിലോയ്ക്ക് 300 രൂപ. RSS 2-ന് 1 കിലോയ്ക്ക് 298 രൂപ 31 പൈസ. RSS 3-ക്ക് 296 രൂപ 74 പൈസ. RSS 4-ന് 295 രൂപ 88 പൈസ. RSS 5-ന് 295 രൂപ 45 പൈസ. ഇതാണ് വിദേശ വില. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS 3-ക്ക് 1 കിലോയ്ക്ക് 267 രൂപ 50 പൈസ. RSS 4-ന് 267 രൂപ. 5-ന് 262 രൂപ. ലോട്ടിന് 228 രൂപ. ഒട്ടുപാൽ 156 രൂപ വരെയും. ഇനി നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 273 രൂപ. RSS 5-ന് 268 രൂപ. ISNR 20-ക്ക് 228 രൂപ. ലാറ്റക്സ് 60%-ന് 168 രൂപ 55 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS 4 273 രൂപ. 5-ന് 268 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 264 രൂപ. ലോട്ട് 227 രൂപ മുതൽ 232 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഉള്ളതിന് 170 രൂപ. 60% DRC ഉള്ളതിന് 127 രൂപ 50 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 235 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 11,750 രൂപ. 30% DRC ഉള്ളതിന് 14,100 രൂപ. 35% DRC ഉള്ളതിന് 16,450 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 265 രൂപ. RSS 5-ന് 260 രൂപ. ISS 219 രൂപ 50 പൈസ മുതൽ 220 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് 146 രൂപ മുതൽ 158 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ISNR 20-ക്ക് 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ലൂസിന് 50 പൈസ വർദ്ധിച്ചു. ലോട്ടിന് 2 രൂപ വർദ്ധിച്ചു. ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ 2 രൂപ വർദ്ധിച്ചു. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വിലയെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാപാരി വിലയിൽ വർധനവൊന്നുമില്ല. കർണാടകയിലും വർധനവില്ല. വിദേശത്തും ചെറിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ വിലയെങ്കിലും നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 35 രൂപ മുതൽ 43 രൂപ വരെയും. വെളിച്ചെണ്ണ തയ്യാർ 222 രൂപ. വെളിച്ചെണ്ണ മില്ലിംഗ് 227 രൂപ. കൊപ്ര എടുത്തപടി 129 രൂപ. അടയ്ക്ക പുതിയ 1 കിലോയ്ക്ക് 360 രൂപ. അടയ്ക്ക പഴയ 1 കിലോയ്ക്ക് 360 രൂപ. കാഞ്ഞിരക്കുരു 1850 രൂപ. കയർ നേരിയത് 3800 രൂപ. ജാതിക്ക തൊണ്ടൻ 330 രൂപ. ജാതിപത്രി ചുവപ്പ് 1450 രൂപ. ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 400 രൂപ. ജാതിപത്രി മഞ്ഞ 1500 രൂപ. ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1900 രൂപ മുതൽ 2000 രൂപ വരെയും. ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2100 രൂപ മുതൽ 2200 രൂപ വരെയും. ഗ്രാമ്പു 820 രൂപ. നാടൻ 935 രൂപ. ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 570 രൂപ മുതൽ 630 രൂപ വരെയും. ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ. സെക്കൻഡ് 200 രൂപ. പിണ്ണാക്കി എക്സ്പെല്ലർ 33 രൂപ. റോട്ടറി 39 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 693 രൂപ. കുരുമുളക് പുതിയ 1 കിലോയ്ക്ക് 683 രൂപ. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 713 രൂപ.
ചുക്ക് ബെസ്റ്റ് 325 രൂപ, മഞ്ഞൾ സേല 155 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 68 രൂപ, പച്ച 66 രൂപ, പഴം 64 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 35,800 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 10,900 രൂപ, കുരുമുളക് വയനാടൻ 695 രൂപ, ചേട്ടൻ 685 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 4,700 രൂപ, ഏലം ഉണക്ക കിലോ 2,600 രൂപ മുതൽ 3,200 രൂപ വരെ, നെല്ല് കിൻഡൽ 2,500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 3,400 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 250 രൂപ, അടയ്ക്ക 350 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 850 രൂപ, ജാതിത്തൊണ്ടൻ 300 രൂപ, ജാതിപ്പരിപ്പ് 650 രൂപ, കച്ചോലം 625 രൂപ, ജാതിപത്രി 1,500 രൂപ മുതൽ 2,000 രൂപ വരെയും, കുരുമുളക് 675 രൂപ, ഏലക്ക 2,000 രൂപ, തേങ്ങ 37 രൂപ മുതൽ 39 രൂപ വരെയും. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകും.